തൃശൂർ നാട്ടികയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ ലോറി അപകടത്തിൽ 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശം. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, എന്താണ് ഹൈക്കോടതി നിർദ്ദേശം? അനീഷ, കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച അപകടമുണ്ടായിരുന്നത്. തൃശൂർ നാട്ടികയിലായിരുന്നു അപകടം. 5 പേരുടെ മരണത്തിനിടയാക്കിയ ലോറി അപകടത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായ ആളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ആ അന്വേഷണം പൂർത്തിയാക്കണം, 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം അന്തിമ റിപ്പോർട്ട് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സമയപരിധി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒപ്പം അതിന്റെ വിചാരണയ്ക്കുമായി ഒരു സമയപരിധി നിലവിൽ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഈ പ്രതിയുടെ ജാമ്യം കോടതി തള്ളിയിട്ടുണ്ട്, ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. പ്രതിക്ക് ജാമ്യത്തിന് അർഹതയില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോസ് ആയിരുന്നു, ഡ്രൈവർ ആയിട്ടുള്ള ജോസ് ആയിരുന്നു ഈ ജാമ്യാപേക്ഷ നൽകിയത്. അതായത് ജോസ് അതിന്റെ ഡ്രൈവറായിരുന്നു, ഒപ്പം ക്ലീനറായിരുന്നു അന്ന് വണ്ടി ഓടിച്ചിരുന്നത്. അത്തരത്തിൽ ജോസിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയിരിക്കുന്നത്. നിലവിൽ ഇത്തരം നിർദ്ദേശങ്ങളാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്.